ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം വീഡിയോ അപ്ഡേറ്റ്സ് പെട്ടെന്ന് ലഭിക്കാൻ വേണ്ടി ബെൽ ബട്ടൺ കൂടി അമർത്തുക. ഹായ് ബഡീസ്, ടെക്നോട്ടിപ്സ് മലയാളം ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ സ്വന്തം ഫോട്ടോ വെച്ച് അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ ഫോട്ടോ വെച്ചിട്ട് ഒരു 3D ലൈവ് വാൾപേപ്പർ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. വെറും 3D ലൈവ് വാൾപേപ്പർ മാത്രമല്ല, നമുക്ക് സമയപ്പോക്കിനായിട്ട് നമുക്ക് ഉരുട്ടി കളിക്കാൻ പോലും പറ്റുന്ന ഒരു അടിപൊളി ക്യൂബ് ലൈവ് വാൾപേപ്പറാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്കെല്ലാം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആപ്ലിക്കേഷൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അവിടെ നിന്ന് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ആണ് ലഭിക്കുന്നത്. ഇതിൽ നമുക്ക് ആദ്യം ചേഞ്ച് ക്യൂബ് ഇമേജ് എന്ന ഓപ്ഷൻ കാണാം, അതിലേക്ക് ക്ലിക്ക് ചെയ്യാം. അതിലേക്ക് ക്ലിക്ക് ചെയ്ത ശേഷം ഒരു പരസ്യമായിരിക്കും വരുന്നത്, അത് നമ്മൾ ബാക്ക് ബട്ടൺ അടിച്ചിട്ട് ക്യാൻസൽ ചെയ്ത് കൊടുക്കുക. പിന്നീട് നമുക്കിവിടെ 6 ക്യൂബാണ് വരുന്നത്. ഈ 6 ക്യൂബിൽ നമ്മുടെ ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കണം. ഏതാണ് നമുക്ക് വാൾപേപ്പറിലേക്ക് ആഡ് ചെയ്യേണ്ടത്? ആ 6 ക്യൂബ് നമുക്ക് ഗാലറിയിൽ നിന്നോ അല്ലെങ്കിൽ ക്യാമറയിൽ നിന്നോ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാം, അല്ലെങ്കിൽ ഗാലറിയിൽ നിന്നോ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ഫോട്ടോ ഇവിടുന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പെട്ടെന്ന് തന്നെ ഒരു ഫോട്ടോ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു. പിന്നീട് നമുക്ക് ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ലഭിക്കുന്നുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ക്രോപ്പ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഫോട്ടോ റൊട്ടേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ റൊട്ടേറ്റ് ചെയ്യാം. അതുകൂടാതെ നിങ്ങൾക്ക് ഫോട്ടോയ്ക്ക് എഫക്ട്സ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ എഫക്ട്സ് കൊടുക്കാനുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട എഫക്ട്സ് സെലക്ട് ചെയ്തിട്ട് സേവ് എന്ന് കൊടുക്കാം. പിന്നീട് നമുക്ക് ടെക്സ്റ്റ് എന്നുള്ള ഒരു ഓപ്ഷനാണ്. ടെക്സ്റ്റിൽ നമുക്ക് നമ്മുടെ ഫോട്ടോയ്ക്കകത്ത് എന്തെങ്കിലും നമ്മുടെ പേര് കൊടുക്കണമെന്നുണ്ടെങ്കിൽ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ എൻ്റെ പേര് ഇവിടെ നിന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു, എന്നിട്ട് ഡൺ എന്ന് ക്ലിക്ക് ചെയ്തിട്ടു. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ടെക്സ്റ്റ് റീസൈസ് ചെയ്ത് കൊടുക്കാം, ചെറുതും വലുതുമാക്കാം. അല്ലെങ്കിൽ നമുക്ക് ഫോണ്ട്സ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫോണ്ട് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്, ഒരുപാട് ഫോണ്ട്സ് അവൈലബിൾ ആണ്. നമുക്ക് ഈ ടെക്സ്റ്റിൻ്റെ കളർ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ കളർ ചേഞ്ച് ചെയ്യാനുള്ള കളർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ആഡ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് വീണ്ടും ടെക്സ്റ്റുകൾ വേറെയും ആഡ് ചെയ്ത് കൊടുക്കാം. എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് സേവ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. പിന്നീട് ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ബാക്കിയുള്ള 5 ഫോട്ടോസും ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ബാക്കിയുള്ള ഫോട്ടോസും ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ 6 ഫോട്ടോസ് ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നമുക്ക് മുകളിലുള്ള ഡൺ ബട്ടണിലേക്ക് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അതിനുശേഷം നമുക്ക് ചേഞ്ച് ബാക്ക്ഗ്രൗണ്ട് എന്ന ഓപ്ഷനാണ് അതിലേക്ക് ക്ലിക്ക് ചെയ്യേണ്ടത്. അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് ഗാലറിയിൽ നിന്നും ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ കസ്റ്റം എന്ന ഓപ്ഷൻ ഉണ്ട്, അതിൽ നിന്നും നമുക്ക് സെലക്ട് ചെയ്യാം. നമുക്ക് കസ്റ്റം എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് കസ്റ്റം എന്ന ഓപ്ഷനിൽ നമുക്ക് ഒരുപാട് ബാക്ക്ഗ്രൗണ്ട്സ് അവൈലബിൾ ആണ് 3D ലൈവ് വാൾപേപ്പർ നിർമ്മിക്കാനായിട്ട്. ഇതിൽ നിന്ന് ഞാൻ ഒരു വാൾപേപ്പർ സെലക്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് ബാക്ക് ബട്ടൺ അടിച്ചിട്ട് പിറകോട്ട് പോവാം. പിന്നീട് നമുക്ക് ക്യൂബ് കൺട്രോൾ എന്ന ഓപ്ഷനിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അതിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ലഭ്യമാണ്. ഇതിൽ നമുക്ക് ക്യൂബിൻ്റെ സൈസ് സ്മാൾ, മീഡിയം, ലാർജ് ഏത് സൈസ് വേണമെന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്യാം. നമുക്ക് ചെറുതാണ് വേണ്ടെങ്കിൽ ചെറുത് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ മീഡിയം ആണെങ്കിൽ മീഡിയം സെലക്ട് ചെയ്ത് കൊടുക്കാം. അതുകൂടാതെ നമുക്ക് തൊട്ട് താഴെ വൈ സ്പീഡ്, എക്സ് സ്പീഡ് എന്നൊരു ഓപ്ഷൻസ് ഒക്കെ കാണാൻ പറ്റും. അതിൽ നമുക്ക് ലോ, നോർമൽ 2 ഓപ്ഷനാണുള്ളത്. ഞാനിപ്പോൾ നോർമൽ ആക്കിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് മുകളിലുള്ള ഡൺ ബട്ടണിലേക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് തൊട്ട് താഴെ തീംസ് എന്ന ഓപ്ഷനുണ്ട്. തീംസ് നമുക്ക് ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആണ്. നമുക്ക് വേണ്ട കളർ തീമായിട്ട് ഉപയോഗിക്കാൻ പറ്റും, തീംസായിട്ട്. പിന്നെ നമുക്ക് പ്രിവ്യൂ എന്ന ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് സെറ്റിങ്സ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് മാറ്റം വരുത്തണമെങ്കിൽ മാറ്റം വരുത്താം നമ്മുടെ ലൈവ് വാൾപേപ്പറിന്. അല്ലെങ്കിൽ വാൾപേപ്പറായിട്ട് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെറ്റ് ആസ് വാൾപേപ്പർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. നമുക്ക് വിരൽ കൊണ്ട് മൂവ് ചെയ്യിക്കാനും പറ്റുന്നതാണ് ഈ ലൈവ് വാൾപേപ്പർ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയുമാണ്. വീണ്ടും കാണാം പുതിയ വീഡിയോയുമായി. താങ്ക് യു.